ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ എന്റെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചെറിയൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓവർകം അല്ലെങ്കിൽ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പാർട്ടിക്കിൾ ഇൻ വൺ ഡയമെൻഷണൽ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ വെല്ലാണ്. നമ്മൾ ബിഫോർ ഗോയിങ് ടു ദ ക്ലാസ് വി ഹാവ് ടു ഗീവ് സം ഇൻട്രൊഡക്ഷൻ അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് മാറ്റർ വേവും അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന്റെ വാട്ട് ഈസ് മാറ്റർ വേവ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്. നമ്മളുടെ ക്വാണ്ടം മെക്കാനിക്സിലെ ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാറ്റർ വേവ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതില് ഐൻസ്റ്റീന്റെ ഹൈപ്പോത്തിസിസ് പ്രകാരം ഈസ് ഈക്വൽ ടു MC സ്ക്വയർ എന്നുള്ള ഇക്വേഷന് വരും. ഐൻസ്റ്റീന്റെ ഹൈപ്പോത്തിസിസ് പ്രകാരം ഈസ് ഈക്വൽ ടു MC സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ ബേസ് ചെയ്തിട്ട് ലൈറ്റും മാറ്ററും ഇന്റർ റിലേറ്റഡ് ആണ്. സോ ലൈറ്റിന് ഡുവൽ ബിഹേവിയർ ഉള്ളത് കൊണ്ട് മാറ്ററിന് ഡുവൽ ബിഹേവിയർ ഉണ്ടാകും. ബേസ്ഡ് ഓൺ ദാറ്റ് ഡി ബ്രോഗ്ലി സജസ്റ്റ് ചെയ്തതാണ് ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പം അതിൽ പറയുന്നത് മാറ്റർ മസ്റ്റ് ആൾസോ എക്സിബിറ്റ് ബോത്ത് പാർട്ടിക്കിൾ ആസ് വെൽ ആസ് വേവ് ആസ്പെക്ട്. അപ്പൊ ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ വേവ്സിന്റെ മോഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേവ് അസോസിയേറ്റഡ് വിത്ത് പാർട്ടിക്കിൾ, സിംഗിൾ വേവ് ആണുള്ളത്. ഇനി ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണെങ്കിൽ, കുറെ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ പാർട്ടിക്കിൾസ് റെപ്രസെന്റഡ് ബൈ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ഓർ വേവ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി ഇതിന്റെ എനർജി ആൻഡ് മൊമെന്റം ഇൻ ടേംസ് ഓഫ് h. എനർജി ആൻഡ് മൊമെന്റം ആർ റിലേറ്റഡ് ടു ദ മാറ്റർ വേവ്, that is E is equal to h cross omega, that is E is equal to h nu എന്നുള്ള ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. E is equal to h omega എന്നുള്ളത്. സിമിലർലി P is equal to h cross k എന്നുള്ളത്. K എന്ന് പറയുന്നത് എന്തായിരുന്നു? K എന്തായിരുന്നു? 2 pi by lambda. K എന്ന് പറയുന്നത് 2 pi by lambda. 2 pi by lambda. ഓക്കെ, അതേപോലെ ഒമേഗ എന്ന് പറയുന്നത് 2 pi nu ആണ്. അങ്ങനെയാണ് ഇത് എച്ച് ടേമിലേക്ക് മാറ്റി എഴുതുന്നത്. ഇനി അതുപോലെ നമ്മളപ്പോ ക്വാണ്ടം മെക്കാനിക്സിന്റെ ബേസ് നമ്മൾ പറയുന്നത് മാറ്റർ വേവ് ആണ്. അപ്പൊ മാറ്റർ വേവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഡി ബ്രോഗ്ലി ആണ്. ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അതിനെ ആ മാറ്റർ വേവിന്റെ എനർജി ഫംഗ്ഷനും മൊമെന്റം ഫംഗ്ഷനും നമ്മൾ എഴുതി. ദെൻ അതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ പറയുന്നത് വേവ് ഫംഗ്ഷൻ എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ടാണ്. അടുത്തത് നമ്മളുടെ വേവ് ഫംഗ്ഷൻ കഴിഞ്ഞാൽ അടുത്തത് അതിനൊരു ഇക്വേഷൻ, നമ്മുടെ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ നമ്മുടെ മോഷൻ പാർട്ടിക്കിൾസിന് മൂവ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ബേസിക് ഇക്വേഷൻ ആണ് നമ്മുടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാറ്റർ വേവിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു ബേസ് ആണ്. ഒരു ഔട്ട്ലൈൻ ഞാൻ തന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് സ്ക്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവാം. ഓക്കെ, നമ്മളുടെ ന്യൂട്ടൺസ് ലോ എത്ര ഇമ്പോർട്ടന്റ് ആണോ ക്ലാസിക്കലില്, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്. ടൈം ഇൻഡിപെൻഡന്റ് ഉണ്ട്, ടൈം ഡിപെൻഡന്റ് ഉണ്ട്. ടൈം ഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ ടേമിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരും. അപ്പൊ ഇവിടെ IH cross dou psi by dou t is equal to minus h cross square 2m dou square psi by dou x square plus v of psi. ഇനി ഇത് 3 ഡയമെൻഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 ആക്സിസും വരുമല്ലോ. അപ്പൊ എക്സും വൈയും സെറ്റും 3 ആക്സിസ് പ്ലസ് വി ഓഫ് സൈയും കൂടി കിട്ടും. ഐ എന്ന് പറയുന്നത് എന്താ? കോംപ്ലക്സ് ഇക്വേഷൻ അല്ലെ. കോംപ്ലക്സ് ആണ്. നമ്മൾ F equal to ma എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്, ഒരു 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ പോലെയാണ് തരാം. പക്ഷെ ഇതില് നമ്മളുടെ ഐ എന്ന് പറയുന്ന ടേം ഉള്ളത് കൊണ്ട് ഇറ്റ് ഇസ് എ കോംപ്ലക്സ് ഇക്വേഷൻ. അപ്പൊ ഇത് സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ. ഇനി ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ നോർമലി മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് ഇതിനെ നമ്മൾ ഡെൽ സ്ക്വയർ സൈനും കൂടി എഴുതാറുണ്ട്. ഡെൽ സ്ക്വയർ ഈ ടേമിന് നമ്മൾ എന്താ എഴുതാറുണ്ട്? ഡെൽ സ്ക്വയർ കൂടി എഴുതാറുണ്ട് കേട്ടോ. ഇതിനെ ഡെൽ സ്ക്വയർ എഴുതാറുണ്ട്, പ്ലസ് വി ഓഫ് സൈ എന്നുള്ളത് എഴുതാറുണ്ട്. അപ്പൊ ഇത് ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ് ഓപ്പറേറ്ററിന്റെ ടേമിൽ എഴുതുമ്പോൾ നമ്മൾ ഡെൽ സ്ക്വയർ എഴുതും. ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ പറയുന്നത് 3 ഡയമെൻഷണൽ ആയിട്ട് എഴുതാം. ഇതിന്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഇ റേസ് ടു എഴുതാം. ഇ റേസ് ടു എന്ന് പറയുന്നത് എന്താ? ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ളത് സൈ ആണ്. സോ വേവ് ഫംഗ്ഷൻ. അപ്പൊ
സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we get the solution in terms of wave function. അപ്പോൾ wave functionന്റെ ടേംസിൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ we can find out the probability ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതായത് പാർട്ടിക്കിളിന്റെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ബേസിക് എന്താ ഈ ഇക്വേഷൻ വെച്ചിട്ട് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റോ അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സ്വഭാവമായിട്ട് മൊമെന്റ് ഉണ്ടാവും, എനർജി ഉണ്ടാവും. അപ്പൊ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ആദ്യം ലൊക്കേറ്റ് ചെയ്യാൻ we have to define അല്ലെങ്കിൽ we have to derive the wave function. അപ്പൊ നമുക്ക് ആദ്യം സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ആ സോൾവ് അതിപ്പോ 1 ഡയമെൻഷനിൽ ആകുമ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ എടുക്കത്തുള്ളൂ, 2 ഡയമെൻഷൻ ആകുമ്പോൾ സെക്കൻഡ് ടേം കൂടി ഇൻക്ലൂഡ് ചെയ്യും, 3 ഡയമെൻഷൻ ആകുമ്പോൾ തേർഡ് ടേംസും കൂടി ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് കൂടി അപ്ലൈ ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക. ഓക്കെ ഫൈൻ. പിന്നെ ഇത് ജനറൽ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ജനറൽ സൊല്യൂഷൻ അതായത് നമ്മൾ സോൾവ് ചെയ്യില്ലേ ഇന്റഗ്രേഷൻ മെത്തേഡും അങ്ങനെ കുറെ ഇക്വേഷൻസ് വെച്ച് സോൾവ് ചെയ്യുന്ന പോലെ ഇത് നമുക്ക് സോൾവ് ചെയ്താൽ ജനറൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും. സൈൻ പറയുന്നത് ae⁻i⁻ ωt. ഇതൊരു 1 ഡയമെൻഷൻ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ kx - ωt x മാത്രം എടുക്കുന്നത്. 3 ഡയമെൻഷൻ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് മാറും. അപ്പോൾ ഇതില് ഈ ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാവുന്നത് psi ഡിപ്പെൻഡ്സ് ഓൺ x and x, t അല്ലെ. psi പൊസിഷനെ ആൻഡ് ടൈമിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി എ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ജനറൽ ആംപ്ലിറ്റ്യൂഡ്. ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി, കെ നമ്മള് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നമ്മൾ പറയും. ഇതിന് നമുക്ക് e⁻i⁻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ a × cos kx - ωt പ്ലസ് i × sin kx - ωt എന്ന് വരും. ഇത് സിംപ്ലി മാത്തമാറ്റിക്കൽ ആണ്. e⁻i⁻ ωt നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ഇക്വേഷൻ ആണ് ഇത്. ഓക്കെ, ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഇതിൽ ഒരു ടേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ഫംഗ്ഷൻ. അപ്പൊ റിയൽ പാർട്ട് ചോദിച്ചാൽ ഏതാ പറയാ a × cos kx - ωt. സോ a × kx - ωt is the real part. This is the real part. ഇതാണ് നമ്മളുടെ റിയൽ പാർട്ട്. ദിസ് ഈസ് ഇമാജിനറി പാർട്ട്. Okay, this is imaginary part. Real part we can find out the probability, momentum and energy. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ സ്ക്രോഡിഞ്ചർ ഇക്വേഷന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ ആയ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആണ് ഇത്. അപ്പൊ ഇതില് ദിസ് ഈസ് 1 ഡയമെൻഷണൽ ഇക്വേഷൻ, ഇത് 3 ഡയമെൻഷണൽ ഇക്വേഷൻ. ഇൻ ടേംസ് ഓഫ് ഓപ്പറേറ്റർ ചെയ്യുമ്പോൾ ഡെൽ സ്ക്വയർ എന്നുള്ള ടേം ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈസ് ഈക്വൽ ടു ae⁻i⁻ ωt എന്നാണ് ജനറൽ സൊല്യൂഷൻ. അത് ഇൻ ടേംസ് ഓഫ് കൊസൈൻ ആൻഡ് സൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. മാത്തമാറ്റിക്കൽ ടേംസ് ആണ്. അതിൽ റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. നമുക്ക് റിയൽ പാർട്ട് വെച്ചിട്ട് മാത്രമേ നമുക്ക് മെഷർ ചെയ്യാവുന്ന ക്വാണ്ടിറ്റീസ് ആണ് പ്രോബബിലിറ്റി, മൊമെന്റം ആൻഡ് എനർജി. പിന്നെ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ, ബേസിക് ഇക്വേഷൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്, നോർമലൈസേഷൻ ആൻഡ് പ്രോബബിലിറ്റി. അപ്പൊ ഇത് എന്തിനാണ് ഞാൻ ഇതൊക്കെ എടുക്കണമെന്ന് വെച്ചാല് നിങ്ങൾക്ക് 1 ഡയമെൻഷണൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതൊക്കെ അറിഞ്ഞാലേ നമുക്ക് ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ ഞാൻ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഇന്റഗ്രേഷൻ ഇങ്ങനെയാണ് വന്നതെന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് ഇതല്ലാതെ ഓരോ ഇതും നമുക്ക് ഇതാണ് അതെന്ന് പിന്നീട് പറയേണ്ടെന്ന് വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതില് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇപ്പൊ ഇവിടെ നിന്ന് ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എക്സ്. ഇപ്പൊ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് ഡി എക്സ് എക്സ് പ്ലസ് ഡി എക്സ് ആണെങ്കിൽ അപ്പൊ ഇവിടുന്ന് പാർട്ടിക്കിൾ ഇങ്ങനെ ഇപ്പൊ 1 ഡയമെൻഷനിലാണ് നമ്മൾ വിചാരിക്കും. പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഹാസ് മാസ് ആണ്. അപ്പൊ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയാണ് പാർട്ടിക്കിൾ ഉള്ളത്, സപ്പോസ് ഇവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം അല്ലെ. എവിടെയാണ് ഈ പാർട്ടിക്കിൾ ഉള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം.
അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് തൊട്ട് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് തൊട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഫംഗ്ഷൻ ആണ് പ്രോബബിലിറ്റി ആയിട്ട് കിട്ടുക. സോ പ്രോബബിലിറ്റി ഡിഫൈൻഡ് ആസ് ദ ഇത് ഇപ്പൊ എക്സ് ആയതുകൊണ്ടാണ് പി ഓഫ് എക്സ് ഡി എക്സ് എന്ന് എടുക്കാൻ കാരണം. സോ പ്രോബബിലിറ്റി ഇസ് ഈക്വൽ ടു സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഈ സൈൻ പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ ആണ്. അതിന്റെ കോംപ്ലക്സ് എടുക്കാം. എന്നിട്ട് അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ പ്രോബബിലിറ്റി. ഓക്കെ, ഇനി ഇവിടെ ഡിസ്റ്റൻസ് ഇത് ഇനീഷ്യൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ഫൈനൽ എക്സ് ആണെങ്കിൽ നമുക്കിതിനെ ടോട്ടൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ അപ്പൊ ഇന്റഗ്രൽ 0 to x ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ x1 to x1 ആണെങ്കിൽ അങ്ങനെ സൈ സ്റ്റാർ സൈ ഡി എക്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. എല്ലാ പ്രോബ്ലംസിലും നമുക്ക് വേണ്ട ഒരു ടേംസ് ആണ് ഇത്. അപ്പൊ നോർമലൈസേഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ x1 to x2 സൈ സ്റ്റാർ സൈ ഡി എക്സ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കാറുണ്ട് -∞ to +∞ സൈ സ്റ്റാർ സൈ ഡി. ഇപ്പൊ കോംപ്ലക്സ് ആണെങ്കിൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് നോ ഡി വൈ നോ ഡി സൈഡ് നോ. 3 ഡയമെൻഷനിൽ ആകുമ്പോൾ ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെഡ് എന്ന് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇത് 1 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇക്വേഷൻ. 3 ഡയമെൻഷനിൽ ആകുമ്പോൾ 3 കൂടി വരും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമ്മൾ ഇങ്ങനെ വോളിയം ഡി വി ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഇതിന് പകരം ഡി എക്സ് ഡി വൈ ഡി സെഡിന് പകരം എന്തെടുക്കാറുണ്ട്, ഡി വി ആയിട്ട് എടുക്കാറുണ്ട്. ഇനി ഇത് നോർമലി ഈ പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ നമ്മൾ എപ്പോഴും മാത്തമാറ്റിക്സിൽ പറയുന്നത് 1 എന്നായിരിക്കും അല്ലെ. പ്രോബബിലിറ്റി മാക്സിമം 1, മിനിമം എത്രയാ 0. അപ്പൊ മാക്സിമം 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് എ നോർമലൈസേഷൻ. ഈ കണ്ടീഷന് പറയുന്ന പേരാണ് നോർമലൈസേഷൻ. ഇത് എന്തിനാ ചെയ്യണേന്ന് വെച്ചാല് സോ ദാറ്റ് വി ഗെറ്റ് ദ സൊല്യൂഷൻ ഈസിലി. നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നോർമലൈസേഷൻ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്താൽ, അതായത് റൈറ്റ് സൈഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഹെവി പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ, അത് ഈസിലി നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇവിടെ നമുക്ക് ഫ്രാക്ഷൻ അങ്ങനെ വേറെ പല നമ്പേഴ്സ് വരികയാണെങ്കിൽ സൊല്യൂഷൻ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ പ്രോബബിലിറ്റി മാക്സിമം 1 മിനിമം 0 ആണെങ്കിൽ ഇത് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ് എ നോർമലൈസ്ഡ് കണ്ടീഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ പറയും. അപ്പോ അതായത് മാക്സിമം ഉള്ളത് 1, അപ്പൊ എവിടെയോ ഉണ്ടെന്ന് അർത്ഥം. അതായത് അവിടെ ആ റീജിയനില് ഇപ്പൊ ഇതില് ഇവിടെയാണ് നമുക്ക് 1 ഉള്ളത് ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നമുക്ക് ആ പാർട്ടിക്കിൾ കാണാനുള്ള സാധ്യത. നമ്മൾ പറയാറില്ല വീട്ടിലിപ്പോ അച്ഛനുണ്ടെങ്കിൽ ഓഫ് വർക്കിംഗ് ഒരു പാരന്റ് ആണെങ്കിൽ 9 to 5 ഉണ്ടാവില്ല. അപ്പൊ പ്രോബബിലിറ്റി ഈസ് 0. അപ്പൊ ഏർലി മോർണിംഗ് വീട്ടില് പാരന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം പ്രോബബിലിറ്റി ഈസ് 1. അതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാലിഡ് വേവ് ഫംഗ്ഷന് വേണ്ട കണ്ടീഷൻസ് ആണ്. എന്താ ഈ ബൗണ്ടറി കണ്ടീഷൻസ്? ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളത് എവിടെയാണെന്നുള്ളതും അതിന് ചുറ്റും എന്തൊക്കെയാണുള്ളതും എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുള്ളതും എല്ലാം നമ്മളൊരു ലിമിറ്റേഷൻസ് വെക്കണം. ആ ലിമിറ്റേഷൻസ് ആണ് എന്ത്, നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ കുറെ പ്രോബബിലിറ്റിക്ക് പകരം നമ്മൾ ലിമിറ്റ് ചെയ്യാണ്. അപ്പൊ ലിമിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഫസ്റ്റ് വാലിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി ഫൈനൈറ്റ്. വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. വേവ് ഫംഗ്ഷൻ എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എല്ലാ ഭാഗത്തും എവിടെ മെഷർ ചെയ്യുമ്പോഴും അതിന്റെ വാല്യൂ ഈസ് ഫൈനൈറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. വേവ് ഫംഗ്ഷന് ഒറ്റ വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു പ്രോബബിലിറ്റിക്ക് ഒറ്റ വാല്യൂ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത്, അതായത് പൊട്ടൻഷ്യൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ, പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാട്ടോ. നമ്മൾ പിന്നീട് എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഇങ്ങനെ എടുത്തു അങ്ങനെ എടുത്തു എന്നൊക്കെ വരും. ആ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫൈനൈറ്റ് ഫോർ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വേവ് ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവും എന്തായിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. അതുപോലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആൻഡ് വേവ് ഫംഗ്ഷൻ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്, ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കണം. പിന്നെ അടുത്ത കണ്ടീഷൻ, വേവ് ഫംഗ്ഷൻ നോർമലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അപ്രോച്ച് എന്തായാലും 0 എക്സിന്റെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കുന്ന സമയത്ത്
നമുക്ക് എന്ത് വേണം? ഇറ്റ് മസ്റ്റ് ബി ദേ മസ്റ്റ് അപ്രോച്ച് 0. അങ്ങനെ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഈ 3 കാര്യങ്ങളെങ്കിലും നമ്മൾ ഓർത്തു വെക്കണം. ഏതൊക്കെയാണ്? നമ്മളുടെ വേവ് ഫംഗ്ഷൻ എവരിവർ ഇൻഫിനിറ്റ് ആയിരിക്കണം, അതേപോലെ സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, പിന്നെ അടുത്തത് എന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം അല്ലെ, അതിന്റെ ഡെറിവേറ്റീവ്സ്, അതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവും സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അടുത്ത് ടൈം ഇൻഡിപെൻഡൻസ് സ്ക്രോഡിംഗർ വേവ് ഇക്വേഷൻ. നമ്മളുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആണ്. പൊട്ടൻഷ്യൽ ഇൻഡിപെൻഡന്റ് ഓഫ് ടൈം ആയതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? ടൈം ഇൻഡിപെൻഡന്റ് സ്ക്രോഡിംഗർ വേവ് ഇക്വേഷൻ ഉപയോഗിക്കണം. സോ when the potential is independent of time, that means we have to choose Schrodinger time independent wave equation. അപ്പൊ നമുക്ക് നേരത്തെ എഴുതിയ ഇക്വേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ടൈം ഇൻഡിപെൻഡന്റ് വേവ് ഇക്വേഷൻ. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും, അതാണ് ഞാൻ സ്കിപ്പ് ചെയ്ത് പോണത്. ഫൈനൽ ഇക്വേഷൻ മാത്രം നമ്മൾ എഴുതി വരാം. ടൈം ഇൻഡിപെൻഡന്റ് Schrodinger wave equation. Time independent wave equation and is a fundamental equation in quantum mechanics. Time independent ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. എന്താണ് ടൈം ഇൻഡിപെൻഡൻസ് Schrodinger wave equation? minus h square by 2f d square psi by dx square plus v into psi is equal to e psi. ഇത് 3 dimension ആകുമ്പോൾ ഉള്ള വ്യത്യാസമുണ്ട്. 3 dimension ആകുമ്പോൾ എന്താ വരിക? ഇതേ സാധനം തന്നെ മൈനസ് h ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ psi എന്ന് വരും പ്ലസ് v of psi is equal to e psi. ഇതാണ് 3 dimensional wave equation for time independent case. ഇനി ഒരു നമ്മുടെ സ്റ്റേറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ, നമ്മുടെ പാർട്ടികളുടെ സ്റ്റേറ്റ് സ്റ്റേഷനറി ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ എങ്ങനെയാണ് എഴുതുക, അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, find out the wave function for a stationary state അല്ലെങ്കിൽ find out the probability density of a stationary state of a particle ചോദിച്ചാൽ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് മൂവിങ് അല്ലെ, മൂവിങ് ആണോ? മൂവിങ് അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൂവിങ് അല്ല എന്ന് പറയുമ്പോൾ എക്സ് ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടായിരുന്നു, psi is equal to some constant psi എടുക്കാം e raised to minus അല്ലെങ്കിൽ kx minus omega t എന്നുള്ള ഇക്വേഷൻ ആയിരുന്നു i into kx minus omega t എന്നായിരുന്നു. സോ ഇത് സ്റ്റേഷനറി ആണെങ്കിൽ kx എന്തായിരിക്കും? 0. സോ അങ്ങനെയാണെങ്കിൽ e raised to i omega t എന്ന് മാത്രമേ വരൂ. സോ ഇതാണ് ഇക്വേഷൻ. ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഇത് ജനറൽ ആയിട്ടുള്ള കാര്യം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരാം. അപ്പൊ psi is equal to e raised to minus omega t എന്നുള്ളത് വന്നു. ഇനി the probability and corresponding probability density എങ്ങനെ ചെയ്യാം? നമ്മൾ psi star into psi അല്ലെങ്കിൽ അപ്പൊ ഇതിനെ തന്നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിന്റെ psi star എങ്ങനെ എടുക്കാം? psi of x into e raised to i omega t. e raised to i omega t. Okay, psi of x into e raised to i omega t എന്നാണ് വരിക. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ക്യാൻസൽ ആവില്ലേ? ഈ ടേം ബിക്കം 1. അപ്പൊ എന്ത് മാത്രമേ വരുള്ളൂ? psi സ്ക്വയർ മാത്രമേ വരുള്ളൂ അല്ലെ. സോ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ഈ കണ്ടീഷനാണ് നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? വിച്ച് കറസ്പോണ്ട്സ് ടു സ്റ്റാൻഡിംഗ് വേവ്, വിച്ച് കറസ്പോണ്ട്സ് ടു സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ സ്റ്റാൻഡിംഗ് വേവ് ഫോർമേഷൻ നമ്മൾ പഠിക്കാറുണ്ട്. സ്റ്റാൻഡിംഗ് വേവ് ഫിനോമിന. ഇത് നമ്മൾ മാത്തമാറ്റിക്സിൽ പറഞ്ഞ പോലെ തന്നെ കുറെ ഓപ്പറേറ്റേഴ്സ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാറുണ്ട്. മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, എനർജി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, അങ്ങനെ അല്ലെ, പൊസിഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ആദ്യം മൊമെന്റം ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിക്കാം. മൊമെന്റം ഓപ്പറേറ്റേഴ്സ് ഓൾറെഡി നമ്മുടെ സ്കോളർ ഇക്വേഷൻ അല്ലെങ്കിൽ സൈ വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സൈ എന്ന് പറയുന്നത് ഉള്ള ഫംഗ്ഷൻ എന്തായിരുന്നു? സൈ എന്തായിരുന്നു?
Psi എന്ന് പറയുന്നത് സം കോൺസ്റ്റന്റ് ഇൻറ്റു ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. Psi ഇവിടെ പ്ലസ് ഓർ മൈനസ് വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി. ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദീസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അങ്ങനെ ആവുമ്പോൾ ഐ ഇൻറ്റു കെ സൈ എന്ന് കിട്ടും. ഐ ഇൻറ്റു കെ ഇൻറ്റു ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് കിട്ടും. സോ ഈ ടേമിനെ again we written as psi. ഇനി നമ്മളുടെ കെ പി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു മൊമെന്റ് ഓപ്പറേറ്ററിന്റെ ടേമിലാണ് ഇത് എഴുതേണ്ടത്. സോ പി is equal to h cross k എന്ന് വരും. സോ അതിൽ നിന്ന് കെ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഐ പി ബൈ എച്ച് ക്രോസ് ഐ എന്ന് വരും. അപ്പൊ പി is equal to ഇതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഡോസ് ഐ ബൈ ഡോട്ട് ടി. സോ ദിസ് ഈസ് ദ മൊമെന്റം ഓപ്പറേറ്റർ. ഇത് അത് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. ഇത് ജനറൽ ആയിട്ട് മൊമെന്റം ഓപ്പറേറ്റർ പി ക്യാപ്പ് കൊടുക്കുമ്പോൾ മൈനസ് ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ്. ഇനി ഇതിന്റെ നമ്മളിപ്പോ 3 ഡയമെൻഷനിൽ ആകുമ്പോൾ പ്ലസ് എന്താ പറയാ ഡോ ബൈ ഡോ ബൈ ഡോ ബൈ ഡോ സെറ്റ് അതെല്ലാം വരും അല്ലെ. 3 ഡയമെൻഷണൽ ഓപ്പറേറ്റർ ആകുമ്പോൾ ശരി. അപ്പൊ സിംഗിൾ ഡയമെൻഷൻ ആകുമ്പോൾ പ്രശ്നമില്ല. ഐ എച്ച് ക്രോസ് ഡോ നോർമലി ഇത് മാത്രമേ നിങ്ങൾക്ക് ചോദിക്കാറുള്ളൂ. ഐ എച്ച് ക്രോസ് ഡോ ബൈ ഡോ എക്സ് മാത്രം. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായിരുന്നു എക്സ്പെക്ടേഷൻ വാല്യൂ ഓർമ്മയുണ്ടോ? എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഓർമ്മയുണ്ടോ? ദാറ്റ് ഈസ് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയത് ഇന്റഗ്രൽ സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്ന് വരും. ഇവിടെ നമ്മൾ ഇതിന്റെ ഇതിപ്പോ എക്സ് എന്നുള്ള ഓപ്പറേറ്റർ ആണെങ്കിൽ എക്സ് ഓപ്പറേറ്ററിന്റെ വാല്യൂ ഇവിടെ കൊടുക്കും. ഇത് പ്ലസ് ആണെങ്കിൽ ഇത് പ്ലസ്, ഇത് മൈനസ് ആണെങ്കിൽ ഇത് മൈനസ്, ഇത് ഡിവിഷൻ ആണെങ്കിൽ ഇത് ഡിവിഷൻ. ഇതാണ് എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ അതിന്റെ ഓപ്പറേറ്ററിന്റെ മൊമെന്റം ഓപ്പറേറ്ററിന്റെ അല്ലെങ്കിൽ മൊമെന്റത്തിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൈനസ് ഐ എച്ച് ക്രോസ് ഇന്റഗ്രൽ മൈനസ് ഐ എച്ച് ക്രോസ് വരാൻ ഈ ഇക്വേഷനാണ് കാരണം. ഓക്കെ, സൈ സ്റ്റാർ സൈ എന്ന് പറയുന്ന പകരം എന്തായിരുന്നു സൈ സ്റ്റാർ എഴുതിയിട്ട് സൈ എന്ന് പറയുന്നത് ഇല്ലല്ലേ ഡോ സൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ കറസ്പോണ്ടിങ് മൊമെന്റ് ഓപ്പറേറ്റർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അതേപോലെ എനർജി ഓപ്പറേറ്റർ നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പൊസിഷൻ ആൻഡ് മൊമെന്റം ഓപ്പറേറ്റർ. ശരി, ഇനി ഇതിൽ നിന്നും ഇതേപോലെ സിമിലർലി നമ്മൾ ചെയ്ത പോലെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യും. നേരത്തെ വിത്ത് റെസ്പെക്ട് ടു ഇതിൽ വിത്ത് റെസ്പെക്ട് ടു എക്സാ ചെയ്ത ഡെറിവേറ്റീവ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടൈം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈസ് ഈക്വൽ ടു ഈ ഓപ്പറേറ്റർ എനർജി ഓപ്പറേറ്റർ ഈസ് ഈക്വൽ ടു ഐ എച്ച് പ്ലസ് ഡോ ബൈ ഡോ ടി ആൻഡ് കറസ്പോണ്ടിങ് വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനർജി ഈസ് അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്? അത് കുറെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ന്യൂട്ടൺസ് ലോ ആണ് അതിൽ ബേസിക്. ഇവിടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. ബോത്ത് ആർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. പക്ഷെ നമുക്ക് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്നത് ന്യൂട്ടൺസ് ആണെങ്കിലും സ്ക്രോഡിഞ്ചർ വേവ് ഇക്വേഷനിൽ ഒരു കോംപ്ലക്സ് ടേം വരുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നമുക്ക് പറയാം അല്ലെ. ഇതിൽ പിന്നെ 200 സെക്കൻഡിലോ നമുക്ക് ഏത് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ വെച്ചിട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്ക്രോഡിഞ്ചർ ആണ് മോർ ഫണ്ടമെന്റൽ ദാൻ ന്യൂട്ടൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ഫിനോമിനൻ ആണ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ഫിനോമിനൻസ് ആണ്. പിന്നെ അടുത്ത ടേം എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ ആണ്. ഇത് ഓൾറെഡി പറഞ്ഞ ഇക്വേഷൻ ആണ്. നമ്മൾ ആവറേജ് ഓഫ് എനി ക്വാണ്ടിറ്റീസ് നമ്മൾ ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് എടുക്കുമ്പോൾ എക്സ് ബാറിന് എടുക്കും. അത് ആവറേജ് എന്ന് പറയുന്നത് അതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ടോട്ടൽ ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഡിസ്ക്രീറ്റ് ഫംഗ്ഷനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് പി എക്സ് ഡി എക്സ് വരും. ഇത് നമ്മളുടെ നോർമലൈസേഷൻ കണ്ടീഷനാണ്. അത് കൊടുക്കുന്ന സമയത്ത് എനി ബോഡിയുടെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അടുത്തത് നമ്മളുടെ വൺ ഡയമെൻഷണൽ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് അല്ലെ. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിന്റെ ആണ് അടുത്ത് നമുക്ക് ഇതെല്ലാം നിങ്ങളുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയൊക്കെ ഞാൻ ബേസ് ആയിട്ട് പറഞ്ഞുള്ളൂ. ദിസ് ഈസ് വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ. വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെൽ നമ്മൾ ഓൾറെഡി ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. Okay, consider a particle of mass M moving in one dimensional potential. ഇതാണ് പാർട്ടിക്കിൾ.
വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് ആണ്. അപ്പോൾ ഒരു ആക്സിസിൽ ഒരു ഡയറക്ഷനിലേ മൂവ് ചെയ്യുന്നുള്ളൂ. അതില് ഈ ബോളിന്റെ ഹൈറ്റ് ആണ് നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബെല്ലാണ്, വൺ ഡയമെൻഷനിൽ ആണ്. സോ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഇക്വേഷനിൽ ഈ രണ്ട് വാൾസിന്റെ അടിക്കാണ് നമ്മുടെ പാർട്ടികൾ മൂവ് ചെയ്യുന്നത്. അപ്പൊ എവിടെ നിന്ന് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്, 0 ടു മാക്സിമം ലെങ്ത് ഏത് വരെയുള്ളൂ, L വരെയുള്ളൂ. അപ്പൊ ഈ റീജിയനിൽ മാത്രമാണ് ബോൾസ് മൂവ് ചെയ്ത് കളിക്കുന്നത്. ബോൾസ് ഇങ്ങോട്ടും മൂവ് ചെയ്ത് കളിക്കുക, ഷട്ടിൽ കളിക്കുന്ന പോലെ ഇങ്ങനെ മൂവ് ചെയ്ത് കളിച്ച് അതിന് സഫീഷ്യന്റ് ആയിട്ട് എനർജി കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് ചാടും, ഇവിടുന്ന് ചാടി പുറത്തു വരും. പക്ഷെ അത്ര എനർജി ഒന്നും അതിന് കിട്ടില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബെല്ലാണ്. അപ്പൊ ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ബെൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്ത് എങ്ങനെയാണ്, കൂടുതലായിരിക്കും അല്ലെ, ഇൻഫിനിറ്റ് ആണ്. അപ്പൊ ഒരിക്കലും ഈ പാർട്ടിക്കിൾ ജമ്പ് ചെയ്ത് പുറത്തോട്ട് വരില്ല. അപ്പൊ ഇവിടെ ഇത് കൺഫൈൻഡ് മോഷൻ ആണ്, റെസ്ട്രിക്റ്റഡ് മോഷൻ ആണ്. അപ്പൊ ഇങ്ങനെ തന്നെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ പിന്നെ അടുത്ത ബൗൺസിൽ ഇവിടേക്ക് പോകും, അടുത്ത ബൗൺസിൽ ഇവിടേക്ക്. അപ്പൊ ഓരോ ലെവലും ഓരോ എനർജി ലെവലായിരിക്കും. സോ നമുക്ക് ഇത് സൊല്യൂഷൻ പിന്നീട് നോക്കാം. ഇപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം അല്ലെ. അപ്പൊ ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ വിച്ച് ഈസ് കൺസ്ട്രൈൻഡ് ഇൻ എ ബോക്സ്, ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തട്ടി, ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോകുന്നു. വൺ ഡയമെൻഷൻ ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ നമുക്ക് സർട്ടൻ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. സോ ദീസ് ആർ കോൾഡ് ആസ് എ ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഇവിടെ ഒന്നുകൂടി ആ ഡയഗ്രാം വരയ്ക്കാതെ നമ്മുടെ പെട്ടി വരയ്ക്കാം. ഇത് 0, മാക്സിമം ലെങ്ത് ഇസ് L. ഇവിടെ X ആണ് നമ്മുടെ വേരിയേഷൻ അല്ലെ, ഇതിനകത്താണ് നമ്മുടെ പാർട്ടിക്കിൾ ഉള്ളത്. ഇനി വെൻ നമ്മുടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു, X ഈസ് ഗ്രേറ്റർ ദാൻ ഓർ L ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു L ആവുന്ന സമയത്ത് എന്തായിരുന്നു, L ആവുന്ന സമയത്ത് ഗ്രേറ്റർ ദാൻ L എന്ന് പറയുന്നത് എന്താ, ഇതിനേക്കാളും കൂടുതലാവുന്ന സമയത്ത് അല്ലെ, X പുറത്തു വന്നു. അങ്ങനെയാണെങ്കിലും X ലെസ് ദാൻ ഈ പോയിന്റിൽ, അതായത് ഈ ഭാഗത്തും നമ്മളുടെ ഈ ഭാഗത്തും എന്തായിരുന്നു, പൊട്ടൻഷ്യൽ എന്തായിരുന്നു, ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇൻഫിനിറ്റി പൊട്ടൻഷ്യൽ ആവുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുക, അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും, ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ എന്തായിരിക്കും, 0. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഒന്നും പാർട്ടിക്കിൾ ഇല്ല. നമുക്കറിയാലോ, ഒരു കുഴിക്കകത്ത് നമ്മൾ പെട്ട് കഴിഞ്ഞാല് അതിൽ നിന്ന് ചാടി വരണമെങ്കിൽ ആ വോളിന്റെ ഹൈറ്റിന്റെ എനർജി നമുക്ക് വേണം അല്ലെ, ക്ലൈംബ് ചെയ്ത് വരാൻ. അത് ക്ലൈംബ് ചെയ്ത് മുകളിലെത്തണമെങ്കിൽ നമുക്ക് അത്രയും എനർജി വേണം. പക്ഷെ ആ എനർജി ഇല്ലെങ്കിൽ എന്താ, ആ കുഴിക്കകത്ത് തന്നെ നമ്മൾ കിടക്കും അല്ലെ. അപ്പൊ നമ്മൾ കുഴിയിലാണ് കിടക്കുന്നത്. അപ്പൊ പുറമെ രണ്ട് ഭാഗം എവിടെയെങ്കിലും ഞാനുണ്ടോ ചോദിച്ചാൽ ഇല്ല, അതിനകത്ത് ആരുമില്ല. ഇവിടെ ഇതൊരു കിണറാണ്, ഇതിനകത്ത് നമ്മൾ പെട്ടുപോയി എന്ന് വിചാരിച്ചാൽ അത് പുറമെ, ആ കിണറിന്റെ പുറമെ യാതൊരു പ്രോബബിലിറ്റി ഇല്ല അതിനെ കാണാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫോർ റീജിയൻ X ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L, അതേപോലെ X ലെസ് ദാൻ ഈക്വൽ ടു L, 0 ഇൻഫിനിറ്റി ആണ് പൊട്ടൻഷ്യൽ. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി എന്തായിരുന്നു, 0, വേവ് ഫംഗ്ഷൻ 0. ഇനി നമുക്ക് അതാണ് വിത്തിൻ ദ ബൗണ്ടറി, അതായത് 0ലും L-ന്റെയും ഇടയ്ക്ക്, അതാണ് 0 ലെസ് ദാൻ X ലെസ് ദാൻ L. X-ന്റെ വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് L. സോ അവിടെ എന്തായിരുന്നു, പൊട്ടൻഷ്യൽ ഇവിടെ തന്നെ കിടക്കുക, ഇതിന് എനർജി ഇല്ല. നമ്മുടെ കിണറ്റിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെന്ന് വിചാരിക്കും. നമുക്ക് എനർജി ഇല്ലെങ്കിൽ അവിടെ എന്തായിരിക്കും, പൊട്ടൻഷ്യൽ 0. അപ്പൊ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇനി അടുത്തത് എന്താ സംഭവിക്കുക, നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണ്, എങ്ങനെയെങ്കിലും പുറത്തു വരണം എന്ന് പറഞ്ഞിട്ട്. സോ അറ്റ് ബൗണ്ടറി എത്തുന്ന സമയത്ത് ഇവിടെ ഇടിക്കും, ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും അല്ലെ. അപ്പൊ അറ്റ് ബൗണ്ടറി ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ചസ്. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ച് കയറാൻ പോയി, കുറച്ച് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും അല്ലെ. അതെ, അപ്പൊ ഈ ഓരോ സ്ഥലത്തും നമുക്ക് പൊസിഷൻ മാറുന്നതിനനുസരിച്ച് എനർജി നമുക്ക് മാറ്റമുണ്ട്. അപ്പൊ ഇത്രയും ദൂരം പോയാൽ മതിയല്ലോ കയറി അപ്പുറത്തേക്ക് വരാൻ. അപ്പൊ നമുക്ക് എനർജി കുറവ് മതി. ഓരോ ലെവലിലും നമുക്ക് എനർജി കുറവ് മതി. അപ്പൊ മാക്സിമം എനർജി എവിടെ വേണം എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ജനറൽ ആയിട്ട് മൾട്ടിപ്പിൾ വേവ് ഫംഗ്ഷൻസ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് n എന്നുള്ള ടേം നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളുടെ സ്ക്രോഡിഞ്ചർ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ ഏതാണ്, ടൈം ഏതാ ഉപയോഗിക്കേണ്ട, ടൈം ഇവിടെ നമ്മൾ പറയുന്നില്ല അല്ലെ, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എഴുതാം.
minus h cross square by 2m dou square psi by dou x square is equal to en psi എന്നുള്ളത്. അപ്പൊ n എന്തിനാ ഉപയോഗിച്ചെന്ന് മനസ്സിലായല്ലോ. We have multiple solutions. അതുകൊണ്ട് n ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഇതിലിപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ നിന്നും ഈ സാധനത്തിനെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പൊ നമുക്ക് വരുന്ന ഇക്വേഷൻ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2m by h cross square en psi എന്ന് വരും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത് ഇവിടെ മൈനസ് വരുമല്ലോ. ഇവിടെ ഒരു മൈനസ് ടേം ഉണ്ട് അല്ലേ? ഇനി എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ. ഇതില് ഇത് 2m e by h cross square നമ്മൾ ഡിഫൈൻ ചെയ്യാണ് k എന്നുള്ളത്. dou square psi by dou x square plus k square psi n of x is equal to 0 where k square n is equal to 2m en by h cross square. ഇത് നമുക്ക് ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്ന ഇക്വേഷൻ ആണ്. സോ ഇത് നമ്മളുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയില്ലേ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയില്ലേ. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്താലോ. അപ്പൊ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ അതിന്റെ ജനറൽ സൊല്യൂഷൻ psi is equal to a sin kx plus b cos kx. എന്തുകൊണ്ടാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതിയപ്പം ഐന്റെ ടേമിൽ എഴുതാറുണ്ട് അല്ലെ. ഐ ഇ റേസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നുള്ള ടേമിൽ എഴുതാറുണ്ട്. ഇതിൽ കോംപ്ലക്സ് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ. ജനറൽ സൊല്യൂഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ psi of n is equal to a sin kx plus b cos x ഉള്ളത്. ഇനി ഇതിന്റെ ബൗണ്ടറി we have to apply the boundary conditions to this equation. ഈ ഇക്വേഷനിൽ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ അറ്റ് എന്താണുള്ളത് അറ്റ് ഫസ്റ്റ് അറ്റ് x is equal to 0. at x is equal to 0 എന്ന് പറയുന്നാൽ എവിടെയാ? അറ്റ് ബൗണ്ടറി. ഈ വാളിന്റെ ഇതില്, ഈ വാളില് ആണ്. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡി അല്ലേ. അപ്പൊ ഈ വാളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ വാളിലുള്ള പ്രോബബിലിറ്റി എന്താ, അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്താ? നമ്മുടെ 0 ആണ് അല്ലെ. വേവ് ഫംഗ്ഷൻ എന്തായിരുന്നു? 0. വേവ് ഫംഗ്ഷൻ 0 ആണ്. അപ്പൊ വേവ് ഫംഗ്ഷൻ 0, എക്സ് 0 ഇതെല്ലാം നമ്മുടെ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. അങ്ങനെ സംഭവിക്കുമ്പോൾ psi n is equal to psi n നമ്മൾ ആദ്യം ഇനീഷ്യൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. a sin എക്സിന് പകരം 0 കൊടുക്കാം. a sin 0 plus b cos 0. ഓക്കെ. ദെൻ ഇതും സൈയും 0 ആണല്ലോ. അപ്പൊ ഇതിൽ ഏതാ 0 ആവാം? sin 0 0. അപ്പൊ ഈ ടേം മൊത്തം പോയി. cos 0 1 ആയില്ലേ. cos 0 1 ആയില്ലേ. അപ്പൊ ഈ ടേം 1 ആയി. അപ്പൊ b is equal to psi എന്ന് കിട്ടും. അപ്പൊ ബിയുടെ വാല്യൂ എന്ന് കിട്ടും നമുക്ക് 0. ഇതും 0 അല്ലേ. 0 ആണ്. അപ്പൊ b is equal to 0. ഓക്കെ. ഇനി അടുത്തത് രണ്ടാമത്തെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. at x is equal to l. x is equal to l എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ബൗണ്ടറിയിലും എത്തുമ്പോൾ ഈ വാളിൽ എത്തുമ്പോഴും അതിന്റെ വേവ് ഫംഗ്ഷൻ എന്താ? 0 ആണ്. അപ്പം അതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. x is equal to l കൊടുക്കാം. x is equal to l കൊടുത്താൽ psi n is equal to a sin kl plus b cos kl എന്ന് കിട്ടും. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് psi 0, ഈ ടേം 0 ആവില്ലേ. ഈ സം 0 ആവും. a sin kl വരും പ്ലസ് b cos kl വരും. അപ്പൊ a sin kl is equal to b cos kl അങ്ങനെ കൊടുക്കാം. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ടേം ഇക്വേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. എന്തുകൊണ്ടാന്ന് വെച്ചാല് a is equal to ഓൾറെഡി b is equal to എന്തായിരുന്നു? 0 അല്ലെ. അപ്പൊ ഈ സെക്കൻഡ് ടേം 0 ആയി. അപ്പൊ അത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ വരിക? a sin kl is equal to 0 എന്നുള്ള ടേം മാത്രം വരും. ഈ ടേം ഓൾറെഡി 0 ആവും. a sin kl is equal to 0. സൈൻ എപ്പോഴാ 0 ആവാം? 0യിൽ 0 ആവും. പിന്നെ അടുത്തത് സൈൻ 0 പിന്നെ 180 അല്ലെ. 0യിലാവും, 5യിലാവും, 2πയിലാവും,
3πയിലാവും, അങ്ങനെ ഡിഫറെന്റിലൊക്കെ ആവും. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് എഴുതാം, കെ എൽ എപ്പോഴാ ദി കണ്ടീഷൻ എപ്പോഴാ സാറ്റിസ്ഫൈ ചെയ്യാം, കെ എൽ is equal to n5. ഫ്രം ദിസ് റിലേഷൻ കെ is equal to n5/l എന്ന് എഴുതി. വേറെ n എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇന്റിജേഴ്സ് ആണ്. സോ ഇൻ ടേംസ് ഓഫ് കെ നമുക്ക് മാറ്റി ചെയ്താൽ ഈ സൊല്യൂഷനെ ഈ ടേം നമുക്ക് 0 ആയിപ്പോയി. അപ്പൊ psi of n is equal to a sin n/x/l എന്നുള്ളത്. ഓക്കെ, ഇനി ഇതാണ് സൊല്യൂഷൻ. ഇനി ഇപ്പോഴും നമ്മുടെ സൊല്യൂഷൻ ആയിട്ടില്ല, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം എ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫോർ ദാറ്റ് വി ഹാവ് ടു അപ്ലൈ ദ നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പൊ ഇന്റഗ്രൽ psi star psi dx എന്ന് വരും, അല്ലെങ്കിൽ mod of psi n the whole square dx is equal to 1 കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് 0 to മാക്സിമം ഡിസ്റ്റൻസ് എത്രയാ, L ആണ് അല്ലെ മാക്സിമം. അപ്പൊ അത് കൊടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. 0 to L a square sin square n/x/l into dx എന്നുള്ളത്. അപ്പൊ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് a എന്ന് പറയുന്നത് √2πl എന്നുള്ളത്. a എന്ന് പറയുന്നത് √ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റാനെ മാറ്റിയിട്ട് 1 - cos 2θ/2 ഈ ഇക്വേഷനെ സൈൻ സ്ക്വയർ തീറ്റാനെ ബേസിക് ഇന്റഗ്രേഷനാ 1 - cos 2θ/2 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസിന്റെ ടേമില് ഈ ടേം 0 ആയി പോകും. അപ്പൊ 1/2 വരും, ഈക്വൽ ടു 1 വരും. ഓക്കെ, അതായത് a square is equal to 1/2 എന്ന് മാത്രം വരും. a square into 1/2 is equal to 1. അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് a is equal to 1√2πl എന്ന് പറയുന്നത്. അപ്പൊ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് sin of x is equal to √2πl into sin n/x/l എന്നുള്ളത്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് എനർജി റിലേഷൻ ആണ് അടുത്തത്. സോ ഓൾറെഡി വി ഡിഫൈൻ ദ കെ സ്ക്വയർ. കെ സ്ക്വയർ നമ്മൾ ഡിഫൈൻ ചെയ്തു 2m/h² എന്നുള്ളത്. ഇതിൽ നിന്നും കെ എടുക്കുമ്പോൾ റൂട്ട് വരും അല്ലെ. കെക്ക് വേറൊരു റിലേഷനും ഇതിൽ നിന്ന് എടുത്തു, n/l എന്നുള്ളത്. രണ്ടും കൂടി നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് കെ സ്ക്വയർ എന്ന് പറയുന്നത് n²π²/l. ലെഫ്റ്റ് സൈഡ് സെയിം ആണ്, രണ്ടും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ എനർജി റിലേഷൻ. എന്താണ് എനർജി റിലേഷൻ? n²π²h²/2m. n²π²/h²/2ml². ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മള് ഓരോ എന്നിന് ഓരോ വാല്യൂസ് കൊടുക്കണം, ഓരോ എനർജി ലെവൽസിന് ഡിഫൈൻ ചെയ്യാൻ. അപ്പൊ n is equal to 1 കൊടുക്കുമ്പോൾ ഇവിടെ π²h²/2ml², ഇത് ലോവസ്റ്റ് എനർജി ലെവൽ. ദെൻ 2 കൊടുക്കുന്ന സമയത്ത് n is equal to 2 കൊടുക്കുമ്പോൾ 2² 4 വരും അല്ലെ. 4 into ബാക്കിയുള്ള ടേംസ് ഒക്കെ അതുപോലെ തന്നെ വരിക, 4 times E1 എഴുതും. പിന്നെ അതേപോലെ n is equal to 3 കൊടുക്കുമ്പോൾ 3², so 9 times E1. അങ്ങനെ ഓരോ എനർജി ലെവലിലും നമ്മുടെ എനർജി ടൈംസ് ഗ്രൗണ്ട് സ്റ്റേറ്റിനേക്കാളും കൂടി വരികയാണ്. ഇനി വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു എനർജി ലെവൽ? നമ്മൾ അത് കൊടുക്കുമ്പോൾ, അതായത് ഈ എന്ന് പറയുന്നത് നമുക്കറിയാം n² h² π²/2ml² എന്നുള്ളത്. അടുത്തെടുക്കാം ഈ n+1 എടുക്കാം അല്ലെ. അതിന്റെ n+1 the whole square എടുക്കാം. അത് ബാക്കി ടേംസ് ഒക്കെ വരും. h cross π²/2ml². ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും പറയാം, ഈ ഇക്വേഷൻ ആയിരിക്കും 2n+1. ഓക്കെ, 2n+1 into E1, that is h cross square π²/2ml². അപ്പൊ ഇത് സ്പേസിംഗ് ബിറ്റ്വീൻ ടു എനർജി ലെവൽസ് ആണ്. അത് ഓരോ ഡിഫറൻസ്, ഇപ്പൊ ഈ രണ്ട് ഡിഫറൻസിനേക്കാളും കൂടുതലായിരിക്കും ഈ രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ ഇക്വേഷൻ ആണ് ഇത്. ഈ ഓരോ എനർജി ലെവൽസിന്റെ വാല്യൂസ് തന്നെയാണ് നമ്മുടെ എനർജി ഏഗൻ വാല്യൂസ് എന്ന് പറയാം അല്ലെ. ഈ ഓരോ എനർജി ലെവൽസിന്റെ വാല്യൂസ് തന്നെയാണ് നമ്മുടെ എനർജി ഏഗൻ വാല്യൂസ്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഏഗൻ ഫംഗ്ഷൻ ആണ് ഇത് psi എന്ന് പറയുന്നത്. അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണുള്ളത്.
ഇതില് നിന്നും we can find out the where is the exact position of the particle. ഇത് wave function ആണ്. wave function. അപ്പൊ മാക്സിമം ബൗൺസ് ചെയ്യാനുള്ള സാധ്യത എവിടെയായിരുന്നു? സെന്ററിലാണ്, ഫസ്റ്റ് ലോവസ്റ്റ് എനർജി ലെവൽ വരുമ്പോൾ. ഇനി ഓരോ ലെവലിലേക്ക് പോകുമ്പോൾ നമ്മളുടെ മൂവ്മെന്റ് കൂടി വരും അല്ലെ? മൂവ്മെന്റ് കൂടി വരുന്നതാണ്. ഓരോ വേവ് മാറി വരുന്നതാണ്. ഒരു ഫുൾ വേവ് ഉണ്ട്, ഇത് ഹാഫ് വേവ് ഉണ്ട്, ഇത് 1.5 വേവ് ഉണ്ട്. അങ്ങനെ ഓരോ വാല്യൂ, ഈച്ച് വാല്യൂ ഓഫ് കോണ്ടന്റ് നമ്പർ there is a specific wave function. അപ്പൊ എത്ര വേവ് ഫംഗ്ഷൻ ഉള്ളത്? n-1 ഉള്ള നോട്ട്സ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ n is equal to n-1 എന്നാണ് നമ്മൾ പറഞ്ഞു അല്ലെ? അപ്പൊ ഫോർ n-1 നോട്ട്സ് ആണ് ഉള്ളത്. അപ്പൊ n is equal to 1 എന്ന് പറഞ്ഞാൽ നമ്മളുടെ n-1 എന്ന് പറയുന്നത് n1 - 1 0. അപ്പൊ ഒരു സിംഗിൾ അല്ലെ? നോട്ട്സ് ഉണ്ടോ? ഇല്ല. പിന്നെ അടുത്തത് n is equal to 2 കൊടുത്താൽ 2 - 1 നോഡ് ഉണ്ടാവും. അടുത്തത് n is equal to 3 കൊടുത്താൽ 3 - 1 2 നോട്ട്സ് ഉണ്ടാവും. ഇതുണ്ടോ നോട്ട്സ്? ഇതിന്റെ സെന്ററിൽ L is equal to ഹാഫ് എന്നുള്ള പൊസിഷനിലുള്ളതാണ് ഇപ്പൊ ഈ സെന്റർ ലൈൻ വരച്ചിരിക്കുന്നത്. L is equal to ഹാഫ് എന്നുള്ളത്. ഇനി അതുപോലെ ഇതിനകത്ത് പ്രോബബിലിറ്റി, ഇതിന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും എന്താ? യൂണിഫോം അല്ല. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആൾസോ നോട്ട് യൂണിഫോം. അതുപോലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ L and n വാല്യൂ. L and n വാല്യൂ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് അല്ലേ? ഇനി അതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം അല്ലാന്ന് പറഞ്ഞു. സോ ദർ ഇസ് എ മാക്സിമം പ്രോബബിലിറ്റി അറ്റ് ദിസ് പോയിന്റ്, ദാറ്റ് ഈസ് L/2 ലാണ്. ഇതാണ് മാക്സിമം പ്രോബബിലിറ്റി അറ്റ് ലോവസ്റ്റ് റേഞ്ച് ഉള്ളത്. പിന്നെ അതിന്റെ കറസ്പോണ്ടിങ് നോക്കുമ്പോൾ മാക്സിമം വരുന്നത് ഇവിടെ എല്ലാം 3 സ്ഥലത്ത് മാക്സിമം പ്രോബബിലിറ്റി സാധ്യതയുണ്ട് അല്ലെ? പാർട്ടിക്കിൾ കാണാൻ 3 സ്ഥലത്ത് കാണുന്നുണ്ട്. ഇവിടെയാണ് 2 സ്ഥലത്ത്. അങ്ങനെ മാക്സിമം പ്രോബബിലിറ്റി കാണുന്നതാണ് ഈ ഡയഗ്രാം. കംപ്ലീറ്റ് ആവുന്നത് ഈ ഡയഗ്രാം കൂടി വരയ്ക്കുമ്പോഴാണ് കേട്ടോ. പ്രോബബിലിറ്റി ഡയഗ്രാം കൂടി വരയ്ക്കുമ്പോഴാണ് നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ആവുന്നത്. സോ ഇതന്നെ ഒരു നമ്മൾ കൺസിഡർ ചെയ്ത പാർട്ടിക്കിൾ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിക്കും. ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ എനർജി മിനിമം സ്റ്റേഷനറി ഇൻ ദ പൊട്ടൻഷ്യൽ എല്ലാം ആകുമ്പോൾ എനർജി മിനിമം 0 ആയിരിക്കും അല്ലെ? അതേപോലെ എനർജി പുറത്തു വരുവാണെങ്കിൽ, അതിൽ പാർട്ടിക്കിൾ പുറത്തു വരുവാണെങ്കിൽ ഈസ് ഈക്വൽ ടു ഹാഫ് m². മൂവ് ചെയ്യുന്നത് നമ്മുടെ കൈനറ്റിക് എനർജി. അതേപോലെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ എന്താണ്? എവരി പൊസിഷൻ ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ പറഞ്ഞു ഓരോ ലെവലിലും പ്രോബബിലിറ്റി ഈസ് ഡിഫറെന്റ് അല്ലെ? ഓരോ ലെവലിലും എവിടെയെല്ലാം കാണാൻ പറ്റുന്നുള്ളത് ഡിഫറെന്റ് ആണ്. പക്ഷേ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളില് പ്രോബബിലിറ്റി ഈസ് കോൺസ്റ്റന്റ് അറ്റ് എവരി പൊസിഷൻ. ഇനി ക്വാണ്ടം പാർട്ടിക്കിളിന്റെ കേസ് ആകുമ്പോൾ പറഞ്ഞ തന്നെ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യുന്നുണ്ടല്ലോ. പാർട്ടിക്കിൾ cannot be stationary in potential value. അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. ഒന്നും പേടിക്കണം. നമ്മൾ ഒരു കിണറ്റിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗം ഇല്ലാതെ ഇരിക്കാൻ തോന്നും. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ടെൻഷൻ ആവും, എന്താ പോകും വഴി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വരാനായിട്ട് എങ്ങനെ വരിക എന്നൊക്കെ ആലോചിക്കും. അതുപോലെ തന്നെ പാർട്ടിക്കിൾ cannot be stationary in the potential value, so it's always moving അല്ലെ? അതുകൊണ്ട് മിനിമം എനർജി ഉണ്ടാവും h²² എന്നുള്ളത്. അതേപോലെ n is equal to എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്തായിരുന്നു? നമ്മൾ n ഓരോ വാല്യൂ കൊടുക്കുമ്പോഴും ഓരോ സം ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട് അല്ലെ? E1, E2, E3. അപ്പൊ E2 എന്ന് പറയുന്നത് 4 times E1, E3 എന്ന് പറയുന്നത് 9 times E1, E4 എന്ന് പറയുന്നത് 16 times E1. അപ്പൊ ഇത് എനർജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല, ഈസ് ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. എനർജി ഈസ് ഡിസ്ക്രീറ്റ് ഇൻ നേച്ചർ. അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ഈസ് നോട്ട് യൂണിഫോം ഓർ കോൺസ്റ്റന്റ്. ദ പ്രോബബിലിറ്റി ഈസ് 0 അറ്റ് നോട്ട്സ്. നോട്ട്സിൽ എന്തായിരുന്നു? ഇവിടെ പ്രോബബിലിറ്റി ഉണ്ടോ? പാർട്ടിക്കിൾ കാണാനുള്ള പ്രോബബിലിറ്റി ഉണ്ടോ? ഇവിടെ ഇത് നോക്കിയാൽ മനസ്സിലാവും. ഈ 2 വാൾസിൽ പ്രോബബിലിറ്റി ഉണ്ടോ? ഇല്ല. ഒരിക്കലും അത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ പാർട്ടിക്കിൾ ഇല്ല, അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ കൊണ്ട് വാൾസ് ഇല്ല. അതേപോലെ ഈ നോട്ട്സിലൊന്നും പ്രോബബിലിറ്റി എന്താ? ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതിൽ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് ഒരു ഫൈനൈറ്റ് ഇൻഫിനിറ്റ് റീജിയനിലുള്ള വേവ് ഫംഗ്ഷനും അതിന്റെ പാർട്ടിക്കിൾ ക്വാണ്ടൈസർ, എനർജി ക്വാണ്ടൈസർ ആണ്, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. താങ്ക് യു.